ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറച്ച് പച്ചക്കറി വിഭവങ്ങളാണ് കണ്ടത്. എന്നാൽ ഇന്ന് തികച്ചും വ്യത്യസ്തമായി നമുക്കൊരു ചിക്കൻ സ്റ്റേക്ക് ഉണ്ടാക്കിയാലോ. നമ്മൾ പലതരം സ്റ്റേക്കുകൾ, ചിക്കൻ സ്റ്റേക്ക്, ബീഫ് സ്റ്റേക്ക് എല്ലാം ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കാറുണ്ട്. എന്നാൽ നമുക്ക് അതിലും നല്ല ഒരു അടിപൊളി ചിക്കൻ സ്റ്റേക്ക് നമുക്കിവിടെ ഉണ്ടാക്കാം. അതിലേക്കായിട്ട് നമ്മളൊരു പ്രത്യേക മെഷീനും തയ്യാറാക്കിയിട്ടുണ്ട്, ഒരു ഗ്രില്ല്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണഗതിയിൽ ഫോറിനിലൊന്നും അധികം മാരിനേഷൻ നടത്താറില്ല സ്റ്റേക്കിന്. പക്ഷെ നമ്മളത് ഒരു ഇന്ത്യൻ സ്റ്റൈലിലേക്ക് മാരിനേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് നോക്കിയാലോ. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ഗാർലിക് ബട്ടർ ഒരു പാനിലേക്ക് ആഡ് ചെയ്യാണ്. ബട്ടർ ഉരുകി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരുവിധം നമ്മുടെ ഉള്ളി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചത്. ഇപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയും കൂടെ ചേർന്ന് നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഹലോ, അപ്പം നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിലേക്കായിട്ട് ചിക്കൻ ബ്രസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അത് നല്ല വൃത്തിയായിട്ട് കഴുകി അതിന് ശേഷം അതിൻ്റെ വെള്ളം മുഴുവൻ രണ്ട് സൈഡിലും നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടച്ച് തീരെ വെള്ളമയം ഇല്ലാതെ നമ്മളത് എടുക്കണം. ഇതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ബ്രസ്റ്റ് യൂണിഫോം തിക്നെസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ചെറിയ ഹാമറിൻ്റെ ഈ സോഫ്റ്റ് ഭാഗം ഉപയോഗിച്ച് നല്ലതുപോലെ ഇടിച്ച് അതിനെ ഒരേപോലത്തെ തിക്നെസ്സിലാക്കാം. ഇതാ ഇപ്പം നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് അടിച്ച് ഒരേ തിക്നെസ്സിൽ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്യാം. നമ്മൾ അരച്ച് വെച്ച ഉള്ളി തക്കാളി പേസ്റ്റ്, അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമുക്ക് സോസുകൾ ആഡ് ചെയ്യാം. സോയാ സോസ് അര ടീസ്പൂൺ, 1 സ്പൂൺ ഓയിസ്റ്റർ സോസ്, 1 സ്പൂൺ ബാർബക്യൂ സോസ്. ഇനി ആവശ്യത്തിന് 1 സ്പൂൺ ഉപ്പ്, പിന്നെ 1 സ്പൂൺ വിനീഗർ. ഇതാണ് നമ്മുടെ മാരിനേഷൻ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ആദ്യം ഒരു മാരിനേഷൻ ട്രേയിലേക്ക് വെച്ചു. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മാരിനേഡ് തേച്ച് കൊടുക്കാൻ പോവാണ്. നല്ലപോലെ രണ്ട് ഭാഗത്തും ഇത് തേച്ച് കൊടുക്കാൻ പോവാണ്. ഇനി ഇത് നല്ലതുപോലെ ചിക്കൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അത് വെച്ച് ഇങ്ങനെ ഒന്ന് നമുക്ക് കുത്തി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലതുപോലെ ഇനി നമുക്ക് ഒരു ക്ലിംഗ് ഫിലിം വെച്ച് ഇത് മൂടി വെച്ച് ഒരു 12 മണിക്കൂർ കുറഞ്ഞത് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇന്നലെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ട് നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് 4 പീസ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേക്ക് ഉണ്ടാക്കുന്ന ഗ്രില്ലിൻ്റെ മോൾ ഭാഗം.
ഇത് നമ്മൾ വിദേശത്തു നിന്ന് കണ്ടുപഠിച്ചിട്ട് ഇവിടെ ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊടുത്ത് ഉണ്ടാക്കിപ്പിച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ മോട്ടറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കറങ്ങും. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചിക്കൻ സ്റ്റേക്ക് വെക്കുന്നത്. അത് സ്ലോ ആയിട്ട് അടിയിൽ നിന്ന് ചാർക്കോളിൻ്റെ തീ കൊണ്ട് ഇത് ഗ്രില്ലായി വരും. അത് നമുക്ക് ഇനി ചാർക്കോള് ഗ്രില്ല് ചെയ്യും. ബാർബക്യൂ ചെയ്യാൻ ഗ്രില്ല് തയ്യാറായിട്ടുണ്ട്. അടിയിൽ തീ കത്തിച്ചിട്ടുണ്ട്, കനലിട്ടിട്ട് കനൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ട്രേയിലേക്ക് മാറ്റാം. ഇനി ഇത് കറങ്ങി കറങ്ങി ഊഞ്ഞാല് പോലെ ഇത് ഗ്രില്ലായി ബാർബക്യൂ ആയിട്ട് വരും. നമ്മൾ ഗ്രില്ല് മൂടി വെച്ചിരിക്കുകയായിരുന്നു. ഇനി അതായോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം അതിൽ കുറച്ച് മാരിനേഡും കുറച്ച് ബാർബക്യൂ സോസും വെണ്ണയും കൂടെ ഒന്നും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് മാരിനേഡും പുരട്ടി കൊടുക്കാം. ബാർബക്യൂ നേരെ ആകുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ സൈഡ് ഡിഷായിട്ട് മാഷ്ഡ് പൊട്ടറ്റോ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ. അതിനായിട്ട് ഞാൻ 3 പൊട്ടറ്റോ പുഴുങ്ങി പൊടിക്കുകയാണ്. നല്ലോണം മാഷ് ചെയ്യാണ്. ഇനി അത് ഇത്തിരി ലൂസാകാൻ വേണ്ടി നമ്മൾ കുറച്ച് പാല് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 പീസ് ചീസ് എല്ലാം കൂടി ചേർത്ത് നമ്മളൊന്നും കൂടി മാഷ് ചെയ്യണം. അപ്പം നമ്മുടെ മാഷ്ഡ് പൊട്ടറ്റോ ശരിയായിട്ടുണ്ട്. ഇനി സ്വല്പം ക്രഷ്ഡ് കുരുമുളക്, തരിതരയ്ക്ക് പൊടിച്ച കുരുമുളകും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാഷ്ഡ് പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാഷ്ഡ് പൊട്ടറ്റോനോടൊപ്പം തന്നെ കുറച്ച് ഗ്രിൽഡ് വെജിറ്റബിൾസും കൂടെ ഇതിനൊപ്പം സെർവ് ചെയ്യുക. അതിനായിട്ട് ആദ്യം കുറച്ച് ബട്ടർ പാനിലേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് കുറച്ച് ബ്രോക്കോളി, കുറച്ച് ബേബി മാരോ അഥവാ സുക്കീനി, പിന്നെ കുറച്ച് യെല്ലോ പെപ്പർ, കുറച്ച് റെഡ് പെപ്പർ, ഇതൊക്കെ കൂടി ഇതിൻ്റെ കൂടെ ഗ്രില്ല് ചെയ്യാം. നമ്മുടെ ഇത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഒരു വശമായി കഴിഞ്ഞു. ഇനി മറുവശവും കൂടി ആയാൽ മതി. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇത്തിരി കുറച്ച് സോസും കൂടി നമുക്ക് തേച്ച് കൊടുക്കാം. നമ്മൾ ഒരു തെർമോമീറ്റർ വെച്ചിട്ടാണ് ഇതിൻ്റെ വേവ് അറിയുന്നത്. ഇതിപ്പോൾ 78 ആയിട്ടുണ്ട്. നമുക്ക് 70 മുകളിലായാൽ തന്നെ വേവ് ആയിട്ടുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ കിടിലൻ ബാർബക്യൂഡ് ചിക്കൻ സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്. ഒപ്പം ഗ്രിൽഡ് വെജിറ്റബിൾസും മാഷ്ഡ് പൊട്ടറ്റോയും. ഇനി നമുക്ക് കഴിച്ചാലോ? ഇതിനോടൊപ്പം ഒരു കാര്യവും കൂടി ഉണ്ട് കേട്ടോ. മറ്റ് കുക്കിംഗ് പോലെയല്ല, ഗ്രില്ലിങ് ബാർബക്യൂ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഹസ്ബൻഡും കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അടുത്തതിൽ നമുക്ക് കാണാൻ കൂട്ടുകാരെ.